അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുമാറാകട്ടെ. ആമീൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, മുമ്പ് ഞാൻ വലിയ അശുദ്ധിയുടെ കുളിയെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്നുള്ളത്. അന്ന് ഞാൻ ആ വീഡിയോയിൽ അതിൻ്റെ സുന്നത്തുകളും പറയാം എന്ന് പറഞ്ഞ് അത് പാർട്ട് 1 ആക്കി പറഞ്ഞിരുന്നു. ഇത് പാർട്ട് 2 ആണ്. ഇതിൽ ഞാൻ പറയുന്നത് വലിയ അശുദ്ധിയുടെ കുളിയുടെ സുന്നത്തുകളെ സംബന്ധിച്ചാണ്. എന്തൊക്കെയാണ് വലിയ അശുദ്ധിയുടെ സുന്നത്തുകൾ എന്ന് നമുക്ക് നോക്കാം. കുളിക്കുമ്പോൾ ആദ്യമായി, ഫർള് കുളി കുളിക്കുമ്പോൾ ആദ്യമായി അതിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് തുടക്കത്തിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത്. കുളിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കൽ സുന്നത്തുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ സ്വകാര്യ അവയവത്തിൽ, നമ്മുടെ ലൈംഗിക അവയവത്തിൽ വല്ല ഭാര്യയുമായി ബന്ധപ്പെട്ട സമയത്ത്, അതിന് മണി പുറപ്പെട്ട സമയത്ത് അതിൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ, ബീജത്തിൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തു പോകാൻ വേണ്ടിയാണ് മൂത്രമൊഴിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു പോകും. അതാണ് ആദ്യമായുള്ള സുന്നത്ത്. പിന്നെ കിബിലക്ക് മുന്നിടുകയാണ്. കുളിക്കാൻ നിൽക്കുമ്പോൾ കിബിലക്ക് മുന്നിടുക. പിന്നെ അതുപോലെ തന്നെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് നീക്കൽ സുന്നത്തുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ മനിയുണ്ടാകാം, മതിയുണ്ടാകാം, അതുപോലെ അതല്ലെങ്കിൽ മറ്റു ചളികൾ, വെള്ളം ചേരലിന് തടസ്സമാകുന്ന ചളികൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യൽ സുന്നത്താണ്. പിന്നെ പൂർണ്ണമായൊരു വുളു എടുക്കൽ സുന്നത്തുണ്ട്. അത് ആദ്യത്തിൽ എടുക്കാൻ മറന്നവരാണെങ്കിൽ ഇടയിൽ വെച്ചെടുക്കാം, അവസാനത്തിലും എടുക്കാവുന്നതാണ്. എന്നാൽ ഒരു സംശയം വരും, ഈ ഇടയിൽ വെച്ച് തേച്ചുരച്ച് കുളിക്കുക എന്നുള്ളത് വുളുവിൻ്റെ സുന്നത്തിൽപ്പെട്ട ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങൾ, അതുപോലെ ശരീരത്തിൻ്റെ വെള്ളം എത്താൻ പ്രയാസപ്പെടുന്ന ഏതൊക്കെ ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ തേച്ചുരച്ച് എഴുകുക എന്നുള്ളത് സുന്നത്താണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കണം. അത് നമ്മൾ എത്തിക്കാൻ എല്ലായിടത്തും തേച്ചുരയ്ക്കുകയാണ് വേണ്ടത്. കാരണം എന്നാലേ എല്ലായിടത്തും ശരീരത്തിൽ വെള്ളം എത്തിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമാണ്. വെള്ളം ഒഴിച്ചു എന്നതുകൊണ്ട് ശരീരത്തിൽ എല്ലായിടത്തും വെള്ളം എത്തുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അത് എല്ലായിടത്തും ശരീരം നമ്മൾ തേക്കണം. പ്രത്യേകമായി സുന്നത്ത് ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങളിലും വെള്ളം എത്താൻ പ്രയാസമുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ വെള്ളം എത്തിക്കൽ സുന്നത്താണ്. അപ്പോൾ ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങളിൽ വെള്ളം തേച്ചുരച്ച് കഴുകൽ സുന്നത്താണ്. അതുപോലെ അപ്പോൾ വുളു എടുത്തൊരാൾ കുളിയുടെ മധ്യത്തിലാണെങ്കിൽ ചിലപ്പം തേച്ചൊരുക്കുന്ന സമയത്ത്, വുളു മുറിയുന്ന കാര്യത്തിൽപ്പെട്ടതാണല്ലോ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യർ ഗുഹ്യസ്ഥാനം തൊടുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഉരക്കുന്ന സമയത്ത് കൈ തട്ടിയാൽ വുളു മുറിയില്ലേ? അപ്പോൾ അതിനുള്ള മറുപടി, ആ വുളു മുറിഞ്ഞോട്ടെ, എന്നാലും ആ സുന്നത്ത് നമുക്ക് ലഭിച്ചല്ലോ. ആ വുളു കൊണ്ട് നമ്മൾ നിസ്കരിക്കാനുള്ള വുളുവൊന്നുമല്ലല്ലോ, അത് കേവലം കുളിയുടെ മുമ്പുള്ള ഒരു സുന്നത്തിൽപ്പെട്ട ഒരു വുളു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ വുളു മുറിഞ്ഞോട്ടെ, എന്നാലും നമ്മൾ വുളു എടുത്ത സുന്നത്ത് കിട്ടി. അപ്പോൾ കൈ തട്ടിയാലും പ്രശ്നമില്ല. പിന്നെ അപ്പോൾ മധ്യത്തിൽ തുടക്കത്തിൽ മറന്നവർ മധ്യത്തിൽ വുളു എടുക്കാം, അവസാനത്തിലും വുളു എടുക്കാവുന്നതാണ്. പിന്നെ
നിയ്യത്തിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. നമ്മൾ കുളിക്കാനൊരുങ്ങുമ്പോൾ നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. പിന്നെ നിയ്യത്ത് വെച്ചതിന് ശേഷം കുളി എന്ന ഫർദിനെ, വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ, കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടു എന്നോ, ജനാബത്തിനെ ഞാൻ ഉയർത്തുന്നു എന്നോ, വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്നോ, ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ നിയ്യത്ത്, പൊതുവായൊരു നിയ്യത്ത് കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു നിയ്യത്ത് വെച്ച് നമ്മൾ വായക്കൊണ്ട് പറഞ്ഞ് മനസ്സിൽ കരുതി വെള്ളം ആദ്യം തലഭാഗത്തേക്ക് ഒഴിക്കുക എന്നുള്ളൊരു സുന്നത്താണ്. അത് കഴിഞ്ഞ് വലതുഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതൊരു സുന്നത്താണ്. അത് കഴിഞ്ഞ് ഇടത് ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതും ഒരു സുന്നത്താണ്. പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ കാൽമുട്ട്, കൈമുട്ട്, അതുപോലെ തന്നെ അവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് കഴുകുക. അതുപോലെ തന്നെ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എവിടെയൊക്കെയാണ് ശ്രദ്ധിച്ച് കഴുകേണ്ടത് എന്നുള്ളത്. അതുപോലെ പിന്നെ തലേൻ്റെ മുടികൾ, ഒരു മുടി പോലും നനയാതിരിക്കാൻ പാടില്ല, ശരീരത്തിലൊരു രോമം പോലും നനയാതിരിക്കാൻ പാടില്ല, എല്ലായിടത്തും വെള്ളം എത്തിക്കണം. അതുപോലെ തന്നെ കക്ഷത്തിൻ്റെ ഭാഗം, പൊക്കിളിൻ്റെ ഉള്ളിൽ, അതുപോലെ തന്നെ നമ്മുടെ ചെവിൻ്റെ ദ്വാരം, പുറത്തേക്ക് ഒരാളും ചെവിയുടെ ഉള്ളിലേക്ക് നോക്കിയാലും പുറത്തു നിന്ന് കാണപ്പെടുന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ പിൻദ്വാരത്തിൻ്റെ ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങൾ, കക്ഷത്തിൻ്റെ ഭാഗം, സ്ത്രീകൾ മുടിക്കെട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കണം. അതുപോലെ തന്നെ നഖത്തിൻ്റെ ഉള്ളിലേക്ക് മോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ മോതിരം ഒക്കെ അയച്ച് വെക്കുക, അല്ലെങ്കിൽ മോതിരം ഒന്ന് നീക്കിയിട്ട് വെള്ളം എത്തിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ രോമത്തുപ്പുകളിലുള്ളിലേക്കും, നല്ല തിങ്ങിയ താടിയുള്ളവരാണെങ്കിൽ അവിടെ ഒക്കെ, നല്ല തലമുടി ഉള്ളവരായാലും, കട്ടിമീശയുള്ളവരായാലും, അതുപോലെ തന്നെ കട്ടിപ്പുരികമുള്ളവരായാലും, അതുപോലെ തന്നെ നല്ല തിങ്ങിയ താടിയുള്ളവരൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു മുടിയും നനയാതിരിക്കാൻ പാടില്ല. അവിടെയൊക്കെ നമ്മൾ വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. അതുപോലെ കാലിൻ്റെ വിരലുകളുടെ, കാലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിലുള്ള ചളിയൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം. അതുപോലെ തന്നെ കാലിൻ്റെ അടിഭാഗം, ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിൽ എവിടെയും വെള്ളം എത്താൻ ബാക്കിയുണ്ടാകാൻ പാടില്ല. എല്ലായിടത്തും വെള്ളം എത്തുമ്പോൾ ആ കുളി വീടുക. ഒരു മികച്ച ഒരു തന്നെ നമുക്ക് വേണം, എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ള, അപ്പോൾ ആ കുളി ശരിയാവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് നമ്മൾ കുളിക്കുമ്പോൾ ഔറത്ത് മറച്ച് കുളിക്കുക. നമ്മൾ വാതിൻ്റെ ഉള്ളിൽ ആണല്ലോ, റൂമിൻ്റെ ഉള്ളിലാണല്ലോ, കുളിമുറിയിൽ ആണെങ്കിൽ നമ്മൾ കുളിക്കുന്നതെങ്കിലും നമ്മുടെ ഔറത്ത് മറച്ച് കുളിക്കുക എന്നുള്ളത് എന്താണ്, വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ കുളിയുടെ ശേഷം, വുളൂഇൻ്റെ ശേഷമുള്ള ദിക്ർ, ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. കുളി കഴിഞ്ഞതിന് ശേഷം വുളൂഇൻ്റെ ശേഷമുള്ള ദിക്റുകളും ദുആകളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യൽ എന്താണ്, സുന്നത്താണ്. പിന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുളിക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ച് നമ്മൾ ഈ ബക്കറ്റിലാണ് കോരി കുളിക്കുന്നത് എങ്കിൽ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തുടക്കത്തിൽ കോരിയെടുക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നമ്മൾ എന്താക്കണം, അത് കോരിയെടുക്കുന്ന നിയ്യത്ത് വായ കൊണ്ട് പറഞ്ഞ് മനസ്സിൽ കരുതി നമ്മൾ വെള്ളം ബക്കറ്റിൽ കോരിയെടുത്ത് ഒഴിക്കുകയാണ്, അങ്ങനെയാണ് ഒഴിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നിയ്യത്തില്ല എങ്കിൽ നമ്മുടെ കൈ വെള്ളത്തിൽ തട്ടുകയോ, അല്ലെങ്കിൽ വെള്ളത്തിൽ തട്ടിക്കഴിഞ്ഞാൽ, കാരണം നമ്മൾ പിന്നെ കൈ ഫസ്റ്റത്തെ മുക്കിപ്പാരുമ്പോൾ നമ്മളെ കൈ ഫുള്ളായി നനഞ്ഞോളണം എന്നില്ല. അപ്പോൾ നമ്മൾ ബക്കറ്റിൽ മുക്കുന്ന സമയത്ത് നമ്മളെ കൈ തട്ടിക്കഴിഞ്ഞാൽ വെള്ളം മുസ്തമലാവും. മുസ്തമൽ എന്ന് പറഞ്ഞാൽ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാകും. അപ്പോൾ പിന്നെ അത് മുസ്തമലായി, പിന്നെ അത് രണ്ടാമതൊരു ഫർദിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തുടക്കത്തിൽ കോരിയെടുക്കുന്നു, ബക്കറ്റിൽ കുളിക്കുന്നവരാണെങ്കിൽ കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് കരുതി നമ്മൾ മുക്കി കുളിക്കണം. അപ്പോൾ പിന്നെ ആ മുസ്തമലിൻ്റെ പ്രശ്നം വരികയില്ല. അങ്ങനെയാണ് നിയ്യത്ത് വെക്കണം.
അത് അത്യാവശ്യമാണ്. അഥവാ നമ്മൾ കൈ അതിൽ തട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളം മുസ്താമലായി പോകും. അപ്പോൾ ഈ നിയ്യത്ത് കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് തുടക്കത്തിൽ വെക്കൽ, അത് വെക്കണം, അത് അനിവാര്യമാണ്. എന്നാൽ ഈ പ്രശ്നം മുസ്താമിൻ്റെ പ്രശ്നം വരികയില്ല. അഥവാ നമ്മൾ കൈ തട്ടിപ്പോയിഞ്ഞാൽ നിയ്യത്ത് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. നിയ്യത്തില്ലെങ്കിൽ പിന്നെ അത് മുസ്താമലായി മാറും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ വിഷയം നമ്മൾ ഷവറിലാണ് കുളിക്കുന്നതെങ്കിൽ ഈ വിഷയം വരില്ല. ഈ കോരിയെടുക്കുമ്പോൾ നിയ്യത്ത് വെക്കുക, കോരിയെടുക്കുന്നതെന്ന് നിയ്യത്ത് വെക്കുന്ന ആ വിഷയം ഷവറിലാണ് കുളിക്കുന്നതെങ്കിൽ ആ വിഷയം വരികയില്ല, മുസ്താമിൻ്റെ വിഷയം വരികയില്ല. അതുപോലെ തന്നെ നമ്മൾ കോരിയെടുത്താണ് കുളിക്കുന്നതെങ്കിൽ നമ്മൾ കൈ മാത്രം തട്ടുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ. നമ്മുടെ ശരീരത്തിൽ തട്ടിയ വെള്ളം അതിലേക്ക് തെറിക്കുന്നത് നാം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താക്കണം, അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി കുറച്ചൊക്കെ ഒന്നോ രണ്ടോ തുള്ളി പറിച്ചത് അത് പ്രശ്നമാവില്ല. അത്യാവശ്യം വലിയ ബക്കറ്റിലൊക്കെ ആണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ തുള്ളി വെള്ളം പ്രശ്നമാവില്ല. കുറേയൊക്കെ വെള്ളം കുറച്ചൊക്കെ വെള്ളം അതിലേക്കാവുന്നത് ശ്രദ്ധിക്കണം. അത് മുസ്താമില, അത് പ്രശ്നമാണ്. അപ്പോൾ ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ തട്ടി അതിലേക്ക് തെറിക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വെള്ളം ഒരു ഉയർന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ, ബക്കറ്റ് ഒരു ഉയർന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ആ പ്രശ്നം കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഈ നിയ്യത്ത് ഉണ്ടെങ്കിൽ ആ പ്രശ്നം, നിയ്യത്ത് കോരിയെടുക്കുക എന്ന നിയ്യത്തോടു കൂടിയാണെങ്കിൽ കൈ തട്ടിയാലും ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളും കുളികളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വല്ല പിഴവുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു മാപ്പ് ചെയ്യുമാറാവട്ടെ. നാം പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും ഖൈർ നമുക്ക് നൽകുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തും ഖൈർ നൽകുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫയാക്കുമാറാവട്ടെ. നമ്മുടെ മുറാദുകളെല്ലാം അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഖൈർ തരുമാറാവട്ടെ. മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും അല്ലാഹു നമുക്കൊക്കെ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടുകാരന്മാർ, നമ്മുടെ ഉസ്താദുമാർ, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെയും നമ്മയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളോട് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ച് മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ പകലായിട്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയും വന്നപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോകത്തും ഖൈറും അല്ലാഹു നൽകുമാറാവട്ടെ. കാമില ഈമാൻ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു നല്ല ഖൈറായ മക്കൾ നൽകുമാറാവട്ടെ. നമുക്കൊക്കെ അല്ലാഹു ഇഷ്ടസന്താനങ്ങൾ, ഖൈറായ ആഫിയത്തും ആരോഗ്യമുള്ള കൺകുളിർമയുള്ള ഇഷ്ടസന്താനങ്ങൾ അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖബർ ജീവിതം, ബർസഖിയ ജീവിതമൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഇരുലോകത്ത് ജയിലിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.